ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം പകർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീകൃഷ്ണ വേൾഡ് കപ്പ് ടൂർണമെന്റിന് തുടക്കമായി. വിദ്യാർത്ഥികൾക്കിടയിൽ കായികപരമായ ആവേശവും ഉന്മേഷവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും PTA-യും ചേർന്ന് ഇങ്ങനെയൊരു കായിക മാമാങ്കം സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ്സിലെ 8 ഡിവിഷനുകളെയും ലോകത്തെ പ്രമുഖ ഫുട്ബോൾ രാജ്യങ്ങളുടെ പേരുകളിൽ ടീമുകളാക്കി തിരിച്ചാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ് ഉൾപ്പെടെ ഫുട്ബോളിലെ വമ്പൻ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ മത്സരത്തിനിറങ്ങിയത്. വേൾഡ് കപ്പ് മാതൃകയിൽ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ 1 ഗോളിന് ജർമ്മനിയെ അർജന്റീന പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇന്ത്യൻ ഗോൾ കീപ്പർ കമാലുദ്ദീനാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. കായികരംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ തവണത്തെ ജില്ലാ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാർ കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. PTA, അധ്യാപകർ എന്നിവരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനവും പിന്തുണയുമാണ് സ്കൂൾ നൽകുന്നതെന്ന് കായികാധ്യാപകൻ PK ഷിജു പറഞ്ഞു. ലോകത്തിലെ നമ്പർ 1 ഫുട്ബോൾ രാജ്യങ്ങളായിട്ടുള്ള അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 8ഓളം രാജ്യങ്ങൾ ഞങ്ങൾ ഈ ടൂർണമെൻറ്റിൽ അണിനിരന്നിട്ടുണ്ട്. 8 ടീമുകൾക്കും അതാത് രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും കളിക്കാൻ തയ്യാറായി വന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ ഫുട്ബോൾ ആവേശം നിറയ്ക്കുന്നതിനും ഈ വേൾഡ് കപ്പിനെ ലോകമെമ്പാടും ആവേശം കൊള്ളുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളും നോൺ ടീച്ചിങ് സ്റ്റാഫും PTA അംഗങ്ങളെല്ലാവരും ഇന്നൊരു ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രാവിലെ 6:30 മുതൽ 9 മണി വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയും സ്കൂളിൽ സ്ഥിരമായി കായിക പരിശീലനങ്ങൾ നടക്കാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ വേൾഡ് കപ്പ് ആവേശം ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിലും അലയടിച്ചു.